പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 2025 നമ്മുടെ അനേകം ആകുലതകൾക്കും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള അനേക ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും എല്ലാത്തിനുമുള്ള ഉത്തരമാണ് ആര്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവദൂതൻ കടന്നു വന്ന് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വന്ന ചില ചോദ്യങ്ങളാണ് ആ വചനം. ഒന്ന് വായിച്ചേ. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 34 വായിക്കാം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം മറിയത്തിന്റെ ഉള്ളിലുള്ള ആകുലതയാണ്, ആങ്സൈറ്റി. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഭാരം. പരിശുദ്ധ മറിയത്തിന്റെ ചോദ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? ടുമാറോ, ഈ വർഷം എന്താകും? എൻ്റെ ജീവിതം എങ്ങനെയാകും? ഇങ്ങനെ പോയാൽ എന്തായിത്തീരും എൻ്റെ കുടുംബം? ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരൻസ്, മാതാപിതാക്കൾ ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ഉറക്കം കിട്ടാത്തവരുണ്ട്, ആലോചിക്കും തോറും തലയ്ക്കകത്ത് വല്ലാതെ അസ്വസ്ഥത ഇങ്ങനെ കൂടി ഞെരുങ്ങുന്നവരുണ്ട്. ദേ, ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതത്തിലെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം, എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും എല്ലാ ആകുലതകൾക്കും എല്ലാ ഭാരങ്ങൾക്കുമുള്ള ഉത്തരം ആരാണ്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ലൂക്ക് 1:35 എന്താണ് വചനം? വായിച്ചേ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കണ്ടോ, പരിശുദ്ധ അമ്മയുടെ ഈ ചോദ്യം, സംശയം, ആകുലത, അതിൻ്റെ മുകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറന്നിറങ്ങുമ്പോൾ അവിടെ ഉത്തരം കിട്ടും, സംശയം മാറും, ഭാരം മാറും. പ്രൈസ് ദി ലോർഡ്. വലതും ഇടതും ഇരിക്കുന്നവരോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. പറഞ്ഞു കൊടുത്തേ. 2025 നിന്റെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് കണ്ണും പൂട്ടി വിശ്വസിച്ചോ. നിങ്ങളുടെ ചോദ്യം എത്ര ഭീകരമാണെങ്കിലും, എത്ര ആഴപ്പെട്ടതാണെങ്കിലും, എത്ര കൺഫ്യൂസ്ഡ് ആണെങ്കിലും, ഈ ആൻസർ നീ നെഞ്ചിൻ്റെ അകത്ത് ഉറപ്പിച്ചങ്ങ് വിശ്വസിച്ചോ. പരിശുദ്ധാത്മാവാണ് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും ആകുലതകൾക്കുമുള്ള ഉത്തരം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷകൻ തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 8. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായൊരു വചനമാണ്. ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കണ്ടോ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തുവാ? പറഞ്ഞേ. ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലോട്ട് കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കും? ശക്തി ലഭിക്കും. ഈ 2025 നിനക്ക് എന്താ വേണ്ടത്? ശക്തി വേണം. എന്തിന്? നിന്റെ ചോദ്യങ്ങളും സംശയങ്ങളും ആകുലതകളും ഭയചിന്തകളെ നേരിടുന്നതിന് നിനക്ക് എന്ത് വേണം? ശക്തി വേണം. അടുത്തിരിക്കുന്ന ആളോട് കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞ് ശക്തി വേണമെന്ന് പറ. ചിലത് വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നല്ലേ, ആ ക്ഷീണിച്ചിരിക്കുന്നവരോട് പറ, നിനക്ക് ശക്തി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിന് ശക്തി വേണം? എന്തിന് ശക്തി വേണം? ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നിനക്ക് ശക്തി വേണം. ഹല്ലേലൂയ. അത് 6 പാക്കും 8 പാക്കും കൊണ്ട് മസിൽ പവറിന്റെ ശക്തിയല്ല, മറിച്ച് നീ നന്നായി ആത്മീയമായി ബലം പ്രാപിക്കണം.
ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഈ ബലം പ്രാപിക്കുന്ന ശുശ്രൂഷയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വചനം ഒന്നും കൂടെ വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 1-8 വായിച്ചോ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്നിട്ട് അടുത്ത വചനം വായിച്ചോ. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ. നിനക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്താ മെച്ചമെന്നറിയോ? നിനക്ക് ശക്തി കിട്ടിയാൽ ഈ ഭൂമിയിൽ നിനക്ക് യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ബലം കിട്ടും. നിനക്ക് ശക്തി കിട്ടിയാൽ നിന്റെ വീട്ടിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ബലം കിട്ടും. നിനക്ക് ശക്തി കിട്ടിയാൽ നിന്റെ ഇടവകയിൽ പ്രവർത്തിക്കുന്നതിന് കൃപ കിട്ടും. നിനക്ക് ശക്തി കിട്ടിയാൽ നിന്റെ ജോലി സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള കൃപ കിട്ടും. ഇല്ലെങ്കിൽ എന്നാ പറ്റും? മരവിച്ച് മന്നോഷണരായി അല്ലേ? എന്നാ പറയാനാ? ചിലരുടെയൊക്കെ ഇരിപ്പും പരിവവും കണ്ടിട്ടില്ലേ? വല്ലാണ്ട് വിഷമം, ഭാരം, ഓർക്കുന്തോറും സങ്കടം അല്ലേ? അതുകൊണ്ടല്ലേ ചിലരുടെ നമുക്ക് മുഖം കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, നീ എന്താ വ്യാകുല മാതാവിനെ പോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ കാരണം അമ്മച്ചി? എന്താ കാരണം? വ്യാകുല മാതാവിൻ്റെ ചൈതന്യം ഉള്ളത് കൊണ്ടാണോ? അല്ല, ആ മുഖത്ത് മുഴുവൻ സങ്കടമാണ്. ചിലരെ കണ്ടിട്ടില്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അവർക്ക് സങ്കടം ഉള്ളൂ. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനാണോ ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ആണോ ചേട്ടാ? അല്ല. എന്തിനാ? നീ ശക്തി പ്രാപിക്കാൻ പരിശുദ്ധാത്മാവാണ് ശക്തി നൽകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ സക്കറിയായുടെ പ്രവചനം 4-6 നമുക്ക് വളരെ പരിചിതമായ ഒരു വചനം. സക്കറിയ, ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 4:6. ആർക്കെങ്കിലും ഈ വചനം അറിയാവോ? സൈന്യത്താലെയല്ല, കരബലത്താലെയല്ല, എൻ്റെ ആത്മാവിലാണ്. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞേ, സൈന്യത്താലെയല്ല, കരബലത്താലെയല്ല, എൻ്റെ ആത്മാവിലാണ്. ഒന്നും കൂടെ ചൊല്ലി പറഞ്ഞേ, സൈന്യത്താലെയല്ല, കരബലത്താലെയല്ല, എൻ്റെ ആത്മാവിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ എങ്ങനെയാ പാടുന്നത്? സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് പാടിക്കേ, അറിയാവുന്ന പാട്ടാണല്ലോ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വരികളാണത്. സൈന്യത്താലെയല്ല, കരബലത്താലെയല്ല, ദൈവത്തിന്റെ ആത്മാവാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ 2025 ദൈവം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനവും ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുക. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 11-ാം വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 1:11. പൗലോസ്ലീഹ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ പോവാണ്. ഒന്ന് വായിച്ചോണം കേട്ടോ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസുസർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം. അത് പൗലോസ്ലീഹയുടെ ഒരു ആശംസയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് പൗലോസ്ലീഹ നൽകുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ്. വായിച്ചോ. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് പൗലോസ്ലീഹ നമുക്കൊരു ആശീർവാദം നൽകുകയാണ്, ഒരു ആശംസ നൽകുകയാണ്. നിനക്ക് എന്താ വേണ്ടത്? ബലം വേണം, ബലം പ്രാപിക്കണം, ക്ഷീണിച്ചു പോകരുത്. ഈ 2025 പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നിന്റെ ജീവിതത്തിന് ബലം കിട്ടും. ബലം, ബലം, ശക്തി. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ഒരു 4-5 പേരോട് സന്തോഷത്തോട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ബലം നൽകും. പറഞ്ഞു കൊടുത്തേ. പരിശുദ്ധാത്മാവ് ബലം നൽകും. അടുത്തിരിക്കുന്ന ആളെ വിളിച്ചു പറ. ആ വ്യക്തിനെ വിളിച്ചു പറ. ചിലപ്പോൾ ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടാവും. വിളിച്ചു പറ. ഹല്ലേലൂയാ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ അടുത്തിരിക്കുന്നവരെ വിളിച്ചിട്ട് പറയണം, പരിശുദ്ധാത്മാവ് ബലം നൽകും, ശക്തി നൽകും. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഉയർപ്പിന്റെ ദിവസം ഈശോ ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ടു.
കഥകടച്ച് പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാർ അകത്തിങ്ങനെ വിഷമിച്ചിരിക്കുക. അവരുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ അവരോട് പറഞ്ഞു സമാധാനം. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ സമാധാനം അനുഭവിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 വായിക്കും. എന്താണ്? റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പേടിച്ചരണ്ടിരിക്കുന്നവൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പറഞ്ഞേ. നിനക്കിപ്പോ വിഷമമുണ്ടോ? എന്ത് ചെയ്യണം? പറയൂ. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഉറക്കമില്ല. ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരുന്നിട്ട് ഉറക്കമില്ല. എന്ത് ചെയ്യണം? ഉറക്കം കിട്ടാനായിട്ട് കോമഡി ഷോ കണ്ടിട്ട് കിടന്നാൽ ഉറക്കം കിട്ടുമോ ചേട്ടാ? ഇല്ല. എന്ത് ചെയ്യണം? ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കം കിട്ടാത്തവരുണ്ട്. ഉണ്ടെന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്. അച്ഛാ, ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ഭാരം. പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ ബലം പ്രാപിക്കണം. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പറഞ്ഞേ, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിങ്ങനെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൽ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദൈവിക സത്യം നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് എപ്പോഴും അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും മാത്രമല്ല. പലപ്പോഴും ഉള്ള നമ്മുടെ ഒരു ചിന്ത എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളിലേക്ക് എപ്പോഴും നയിക്കും. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയുടെ ചുട്ടുപഴുത്ത അനുഭവത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ വരണ്ട അനുഭവത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ ഞെരുങ്ങുന്ന സഹനത്തിൻ്റെ അവസ്ഥയിലേക്ക് നയിക്കും. ഇല്ലേ? ഞാനിത് പറയുമ്പോൾ ചിലരുടെ അവസ്ഥ, എൻ്റെ അച്ഛാ ഇതാണ് എൻ്റെ അവസ്ഥ, അല്ലേ? ഇതാണ് എൻ്റെ അവസ്ഥ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നയിക്കും, പരിശുദ്ധാത്മാവ് നയിക്കും. ഹല്ലേലൂയാ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരൻ എന്നോട് പറയും, എൻ്റെ അച്ഛാ എൻ്റെ അവസ്ഥ വിജാഗിരിയുടെ അവസ്ഥയാണ്. വിജാഗിരി കണ്ടിട്ടുണ്ടോ? വിജാഗിരി എവിടെയാ? വിജാഗിരി. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു ചേട്ടൻ എന്തോ ഈ പറയുന്നത്, വിജാഗിരിയുടെ അവസ്ഥയോ? അതെ അച്ഛാ. അച്ഛൻ വിജാഗിരി കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് കാണിച്ചു തരികയാ. കട്ടിളപ്പടിക്കും വാതിലിനും ഇടയിലിരുന്ന് ഞെരുങ്ങുന്നതാണ് വിജാഗിരി. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടൻ വിജാഗിരിനെ പോലെ ഈ ഞെരുങ്ങുവാണല്ലോ, ആരുടെ ഇടയിൽ കിടന്നാ ഞെരുങ്ങുന്നത്? എൻ്റെ അച്ഛാ, ഒരു വശത്ത് എൻ്റെ ഭാര്യ, മറ്റു വശത്ത് എൻ്റെ അമ്മ. ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങുവാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം വീട്ടിൽ ഇടിയും ഭൂകമ്പമാണ്. ഞാൻ ആരെ ശ്രദ്ധിക്കണം? ഞാൻ ആരനുസരിക്കണം? എൻ്റെ അമ്മ ഒരു വശത്ത് രാവിലെ തൊട്ട് തുടങ്ങും, എൻ്റെ ഭാര്യ ഒരു വശത്ത് തുടങ്ങും. അമ്മ പറയും, എടാ നീ പെൺകോന്തനായി പോകരുത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ പറയണ മുഴുവൻ കേട്ടോണ്ട് നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്, ഞാൻ പറയണ കേൾക്കണം. അപ്പോൾ ഉടനെ തന്നെ ഭാര്യ വിളിച്ച് മുറി കൊണ്ടുപോയിട്ട് പറയും, എൻ്റെ മനുഷ്യൻ നിങ്ങൾ എന്നെയാ കല്യാണം കഴിച്ചത്, അമ്മേനെ കേട്ടോണ്ടിരിക്കാനല്ല, ഞാൻ പറയണ കേൾക്കണം. അമ്മയുടെ ഒറ്റപുത്രനായിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? പോരാ, ഞാൻ പറയണത് കേൾക്കണം. എൻ്റെ അച്ഛാ, ഞാൻ ആരെ കേൾക്കും? അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ കിടന്ന് ഞാൻ എന്താണ്? വിജാഗിരിയാണ്. ഇവിടെ ഇരിക്കുന്ന ചിലര് വേറെ ചില കാര്യങ്ങൾക്കിടയിൽ വിജാഗിരിയാണ്, അല്ലേ? ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞെരുക്കം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കും. സംശയമുള്ളവര് വായിച്ച് ധ്യാനിക്കാൻ ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 1 വായിക്കാം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു ജോർദാൻ നദിയിൽ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം. എന്നാ വലിയ അത്ഭുതം അല്ലേ?
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെട്ട വലിയ അത്ഭുതം കണ്ട് അനുഭവിച്ചിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാ? പറഞ്ഞേ, എങ്ങോട്ടാ? മരുഭൂമിയിലേക്കാണ്. ആരെയും മരുഭൂമിയിലേക്ക് നയിക്കുന്നത്? യേശുവിനെ. പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. എത്ര നാള് മരുഭൂമിയിൽ? 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ. കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നോ അമ്മച്ചി? ഇല്ല. കൂടെ നാട്ടുകാരുണ്ടായിരുന്നോ? ഇല്ല. ഒറ്റയ്ക്ക് മരുഭൂമിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ. നീ സഹിക്കുമ്പോൾ നിന്റെ കൂടെ വല്ലവരും ഉണ്ടാവുമോ? ഇല്ലെന്ന്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ ആഹ്ലാദിക്കാൻ കുറെ പേര് വരും. നിങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് ആഹ്ലാദിക്കാൻ കുറെ പേര് വരും. നിങ്ങൾ ഓർത്ത് നോക്കിക്കോ, സങ്കടമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങളുടെ കുരിശ് യാത്രയിൽ നിങ്ങൾ എന്നും ഒറ്റയ്ക്കായിരിക്കും. ആരും കൂടെ ഉണ്ടാവില്ല. ഈശോ കുരിശ് യാത്രയിൽ ഒറ്റയ്ക്കായിരുന്നോ? യെസ്. ഈശോ കുരിശ് കടന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നോ? യെസ്. ഒറ്റയ്ക്കായിരിക്കും. ആരും കൂടെ ഉണ്ടാവില്ല. ചിലരൊക്കെ പറയും യെസ് ഞാൻ കൂടെ ഉണ്ടാവും, വെറുതെ വാക്ക് മാത്രമേ ഉള്ളെന്ന്. ചേട്ടനൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, വല്ലവരും കൂടെ ഉണ്ടായിരുന്നോ? എന്തോരം കണ്ണുനീര്, എന്തോരം സങ്കടവും. ആരാ കൂടെ ഉണ്ടായിരുന്നേ? ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക് പോലും മനസ്സിലായില്ല ചേട്ടൻ്റെ വിഷമം, അല്ലേ? കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയും, പക്ഷേ ആർക്കാ മനസ്സിലായിരിക്കുന്നേ? ആർക്കാ മനസ്സിലാവണേ? മക്കൾ പറയും കൂടെ ഉണ്ടാവും. എന്നെ കേൾക്കുന്ന ഭാര്യമാരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ വിഷമം മനസ്സിലാവുമോ? നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാവുമോ? മാതാപിതാക്കൾക്ക് മനസ്സിലാവുമോ? കളിക്കൂട്ടുകാരെ തൊട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. ആരാ കൂടെ ഉണ്ടാവണേ? യു ആർ ഓൾവേസ് ഓൾ എലോൺ. ആരും ഉണ്ടായില്ലെന്ന്, ഒറ്റയ്ക്ക് തന്നെയാ. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. ഈ വാട്സപ്പിലിരുന്നും ഫേസ്ബുക്കിലിരുന്നും ഇൻസ്റ്റാഗ്രാമിലിരുന്നും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ എളുപ്പ. അതിങ്ങനെ സഹിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ആ വിഷമം അങ്ങ് മനസ്സിലാവുള്ളൂ. ഈശോ മരുഭൂമിയിൽ ഒറ്റയ്ക്കായിരുന്നു. ഈശോ ഈ മരുഭൂമിയിലേക്ക് നയിച്ചത് ആരാ? പറഞ്ഞേ, ആരാ? പരിശുദ്ധാത്മാവാ നയിച്ചത്. എന്ന് പറഞ്ഞാൽ നീ ഓർത്തോണം, ചുട്ടുപഴുത്ത അവസ്ഥയിലും ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ നീ നിൽക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം, നിന്റെ കൂടെ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ഒറ്റയ്ക്കല്ലെന്ന്. നമ്മൾ നോക്കുന്നത് മനുഷ്യരെയാണ്, വീട്ടുകാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, ആരെയും കാണുന്നില്ലല്ലോ. ആരും ഉണ്ടായേല. എന്നാൽ നിന്നെ മരുഭൂമിയിലേക്ക് എത്തിച്ച് നിന്നെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ടാകും. കണ്ണ് തുറന്ന് വിളിച്ചാൽ ആ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് 3 പ്രാവശ്യം വിളിച്ചേ. പരിശുദ്ധാത്മാവേ. പോരാ, നന്നായിട്ട് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ. അല്പം കൂടെ ഒച്ചത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിക്കണം. യേശു 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചെലവഴിച്ചത് ആരാ കൊണ്ടുപോയത്? ആരാ നിയന്ത്രിച്ച് നിർത്തിയത്? പരിശുദ്ധാത്മാവ്. ഈ മരുഭൂമി അനുഭവത്തിൽ നിന്ന് പുറത്തു വന്നിട്ടാ ശക്തി പ്രാപിച്ചത്. ആ ശക്തിയിലാണ് വചന ശുശ്രൂഷ നയിച്ചത്. നിന്റെ ജീവിതത്തിൽ എപ്പോഴും ആഘോഷവും ആഡംബരവും ഒന്നുമല്ല. റിയാലിറ്റി ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. റിയാലിറ്റി വളരെ പെയിൻഫുൾ ആണ്, സങ്കടമാണ്, ഭാരമാണ്. എന്നാൽ ഈ സങ്കടത്തിന്റെ ചുട്ടുപഴുത്ത അനുഭവത്തിൽ, സഹനത്തിന്റെ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പത്രോസ്ലീഹ, നമ്മുടെ പത്രോസ്ലീഹ, എന്റെ പ്രിയപ്പെട്ടവരെ വായിക്കണം. ഏതാണെന്നറിയാവോ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-22. നമുക്ക് വളരെ പരിചിതമായൊരു വചന. പെട്ടെന്നൊന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 16, 21, 22. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. അതായത് ഈശോ പറയാണ്, ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. ജെറുസലേമിൽ എന്താ കാത്തിരിക്കുന്നത്? സഹനം, മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജീവിതത്തിന്റെ അങ്ങേയറ്റത്തില് വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകാൻ പോവാണ്. ഇത് ഈശോ പറയുമ്പോൾ നമ്മുടെ പത്രോസ് എന്ത് പറയും? അടുത്ത വചനം ഒന്ന് വായിച്ചേ. പത്രോസ് എന്ത് പറയും? വായിച്ചേ അടുത്ത വചനം, തൊട്ടടുത്ത വചനം വായിച്ചോ. 22-ാം വചനം. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ. ദൈവം കനിയട്ടെ. കർത്താവേ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് അവനെ പിടിച്ചു മാറ്റി നിർത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, സഹനത്തിന്റെ വഴിയിലൂടെ പോകാൻ തുടങ്ങിയപ്പോൾ സഹനത്തെ ഒട്ടുമേ ഇഷ്ടമില്ലാത്ത പത്രോസ് പിടിച്ചു മാറ്റി നിർത്തി. അപ്പോ ഈശോ പത്രോസിനെ വിളിക്കുന്ന ഒരു പേരുണ്ടെന്ന് വായിച്ചേ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ. കണ്ടോ എന്താ വിളിച്ചത്? സാത്താനെ. ആരെ ചേട്ടാ വിളിച്ചത്? പത്രോസിനെ സാത്താനെന്ന് വിളിച്ചു. കാരണം എന്താ ചേച്ചി കാരണം? പത്രോസിനെ സാത്താനെന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ഒറ്റ ഉത്തരവേ ഉള്ളൂ. സഹനത്തിന് ആരെല്ലാം എതിര് നിൽക്കുന്നോ അവര് സാത്താന്മാരാവും. സഹനത്തിന് ആരെല്ലാം എതിര് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അത് സഹനത്തിന്റെ ഭാഗമാണെന്ന്, മരുഭൂമി അനുഭവം ഉണ്ടെന്ന്. ഈ പത്രോസ്, സാത്താനെന്ന് വിളിക്കപ്പെട്ട പത്രോസ്, നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കണം. പത്രോസ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ സ്വഭാവ രീതികൾ മാറി. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 12-13. 1 Peter chapter 4 verse 12 and 13 ഒന്ന് വായിച്ചു നോക്കിക്കേ. അതിശക്തമായൊരു കാര്യം പത്രോസ് ലീഗ പറയാണ്. നമ്മുടെ പത്രോസ്. ഏത് പത്രോസാ? സഹിക്കാൻ പോകണ്ട, ജെറുസലേമിൽ പോകണ്ട, കുരിശിന്റെ വഴി വേണ്ട എന്ന് പറഞ്ഞ പത്രോസ് ദേ എഴുതി വെച്ചിരിക്കുന്നു. വായിച്ചേ. 1 പത്രോസ് 4-ാം അധ്യായം 12-13 തിരുവചനം. പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. അടുത്ത വചനം കൂടെ വായിച്ചോ. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരായിരിക്കുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ് ലീഗ പറയാണ്, നിന്റെ ജീവിതത്തിൽ സഹനം, അസ്വസ്ഥത, അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പരിഭ്രമിക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പരിഭ്രമിക്കരുത്. പറഞ്ഞു കൊടുത്തേ. ഞെട്ടരുതെന്ന്. അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സിന്റെ മുമ്പിൽ ഞെട്ടരുത്. നീ വിഷമിക്കരുത്. നീ വിശ്വസിച്ചോണം, ക്രിസ്തുവിന്റെ പീഡകളിൽ നീ പങ്കുകാരാകുന്നു. ഈ സത്യം തൊട്ടടുത്ത അധ്യായം 5-ാം അധ്യായം 10-ാം വചനം ഒന്ന് വായിച്ചേ. 1 Peter chapter 5 verse 10. 1 പത്രോസ് 5-ാം അധ്യായം 10-ാം തിരുവചനം വായിച്ചോ. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും അല്പകാലത്തെ സഹനത്തിന് ശേഷം നിന്നെ ഇതാ സ്ഥിരീകരിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ മരുഭൂമി അനുഭവം, ഈ ഞെരുക്കം, ചുട്ടുപഴുത്ത അനുഭവം പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ നിന്നെ ഇത് ബലപ്പെടുത്തും. ഇത് സ്ഥിരീകരിക്കും. ഇല്ലെങ്കിൽ നീ വീണുപോകും. നീ ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് രാവിലെ മുതൽ ഇരുന്നോണ്ടിരിക്കും. വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, നാട്ടുകാരോട് ചോദിക്കും, സോഷ്യൽ മീഡിയയിലിരുന്ന് ചോദിച്ചോണ്ടിരിക്കുന്നിട്ട് കാര്യമില്ലെന്ന്. നീ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നിന്റെ ഇന്നത്തെ ഈ സഹനം ഇത് നിനക്ക് ശക്തമായൊരു ബലമായിട്ട് മാറും. ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഡൽഹി ധ്യാന മന്ദിരത്തിലായിരുന്നപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു ഭാര്യയും ഭർത്താവും, ഇവർക്ക് 3 മക്കളൊക്കെയുണ്ട്. ഇദ്ദേഹം ഭർത്താവ് മഹാകുടിയനാണ്. കുടിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കുടിയൻ. വർഷങ്ങളായിട്ട് ഇദ്ദേഹം മദ്യത്തിന് അടിമയാണ്. ധ്യാനമന്ദിരത്തിൽ പലതവണ വന്ന് പലതവണ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നുകയും ചെയ്യും. കാരണം നമ്മളോടൊക്കെ വലിയ സ്നേഹത്തോടെ പെരുമാറും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തിന് ഇപ്പോൾ മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ധ്യാനത്തിനൊക്കെ വരും, ഭാര്യ കൂട്ടിക്കൊണ്ടുവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ തവണയൊക്കെ നമുക്ക് കാണുമ്പോൾ അരിശം തോന്നിപ്പോവും. ഇയാളെ നമ്മൾ ശാസിക്കും, വഴക്കിടും. പിന്നീട് നമുക്ക് സഹതാപം തോന്നിപ്പോവും. അതുപോലത്തെ ഒരു അവസ്ഥയിലെത്തി ഇയാൾ. ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ ഇയാൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പോൾ.
അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെയും കൊണ്ടുവരുന്ന ഭാര്യയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. കുടിയനായ ഭർത്താവിനെയും കൊണ്ട് നടക്കുന്ന ഭാര്യ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊരു അപമാനമാണെന്നറിയോ. അവിടെയുള്ള എല്ലാവരും ഈ സ്ത്രീയെ കാണുമ്പോഴത്തേക്ക് സഹതാപത്തോടെ നോക്കും. ഈ മനുഷ്യനെ കാണുമ്പോൾ തന്നെ ചിലർ മാറിയിരുന്ന് ചിരിക്കാൻ തുടങ്ങും. എന്നാൽ ഈ അപമാനമെല്ലാം ഈ ഭാര്യ ഏറ്റെടുക്കുകയാണ്. ഈ അപമാനമെല്ലാം ഈ ഭാര്യ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല, അനേക സംഭവങ്ങൾ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഈ ധ്യാന മന്ദിരത്തിൽ തന്നെ അടുത്ത നാളുകൾ നടന്നു. കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും. മകൾ അപ്പനെയും കൊണ്ട് വന്നിരിക്കുക. എൻ്റെ അച്ഛാ, ഈ അപ്പനെ ഞാൻ എന്നാ ചെയ്യണ്ടേ, അപ്പനെ എന്നാ ചെയ്യണ്ടേ? എന്നിട്ട് ഈ അപ്പൻ ഞാൻ നോക്കുമ്പോൾ ഈ മകളെ മൃഗീയമായിട്ട് മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു. പക്ഷെ ഈ മകൾ ഒന്നും മിണ്ടുന്നില്ല. ഈ ബഹളമൊക്കെ കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞിട്ട് ഈ മകളാണ് അപ്പനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ധ്യാനിക്കാൻ കൊണ്ട് ഇരുത്തുന്നത്. എന്നിട്ട് സ്നേഹത്തോടെ അടുത്തിരിക്കുവാണ് മകള്. എല്ലാവരും കളിയാക്കുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, എല്ലാവരും കളിയാക്കും. പക്ഷേ ഈ മകൾ അപ്പനെ ഇങ്ങനെ വിടാതെ പിടിച്ചിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ശുശ്രൂഷ അവസരത്തിൽ ഈ ഭാര്യ വന്ന് മൈക്കെടുത്തൊരു സാക്ഷ്യം പറയുകയാണ്. അപ്പം ഞാൻ കൗതുകത്തോടെ നോക്കി, എന്താവണാവോ ഈ സ്ത്രീ പറയാൻ പോകുന്ന സാക്ഷ്യം. കാരണം ഭർത്താവ് മദ്യപാനിയാണ്, അയാൾ അവിടെ ഇരിപ്പുണ്ട്, അയാൾ ഇങ്ങനെ കിറുങ്ങിയിരിക്കുവാണ്. ഈ ഭാര്യ എന്ത് സാക്ഷ്യം പറയാനാണ്? അപ്പോൾ ഈ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ പരിചയമുണ്ട്, എൻ്റെ ഭർത്താവിനെയും പരിചയമുണ്ട്, നിങ്ങൾക്ക് അനേക ചോദ്യങ്ങളുണ്ടാകും. എന്നാൽ ഞാൻ പറയട്ടെ, എനിക്ക് യാതൊരു സങ്കടവും എൻ്റെ ജീവിതത്തിലില്ല. എന്നിട്ട് ഈ സ്ത്രീ പറയുക, എൻ്റെ കയ്യിൽ എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം ഏൽപ്പിച്ചതാണ്, ഞാൻ ഇതിനെയും കൊണ്ട് നടക്കുവാണ്. എന്നിട്ട് ഈ സ്ത്രീ പറയാണ്, കർത്താവിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. എനിക്ക് യാതൊരു അപമാനവുമില്ല, കാരണം കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നു. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, മോശ ഹോറബ് മലയിൽ കണ്ട ആ ദൈവിക മഹത്വം ഞാൻ കാണുന്നു. പുറമേ നോക്കുമ്പോൾ തീ ഇങ്ങനെ കത്തുന്നു, എന്നാൽ അകത്ത് ശാന്തത. നിങ്ങൾ നോക്കുമ്പോൾ പുറമേ ഇങ്ങനെ കത്തുന്നു, എന്നാൽ അകത്ത് ശാന്തത. ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ഉള്ളിൽ ശാന്തതയാണ്, എൻ്റെ ഉള്ളിൽ ശാന്തതയാണ്. ഹല്ലേലൂയാ. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, പരിശുദ്ധാത്മാവിലൂടെ ഞാനത് നേടിയെടുത്തു. നല്ല കയ്യടി കർത്താവായ ഈശോയ്ക്ക് കൊടുത്തേ, നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഏതെങ്കിലും സ്വഭാവത്തിൽ നിങ്ങൾ ഞെരുക്കം, സഹനം, അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോണം, പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ നേരിടാൻ ശക്തി നിനക്ക് പരിശുദ്ധാത്മാവ് നൽകും. നന്നായിട്ട് വലതുകരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ഇതാ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-17 തിരുവചനം ഒന്ന് വായിച്ചേ. പൗലോസ്ലീഹ, നേരത്തെ പത്രോസ്ലീഹ പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിച്ചു, ഇവിടെ പൗലോസ്ലീഹ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. സെന്റ് പോൾ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-17 തിരുവചനം. 4-ാം അധ്യായം 16-17 സെന്റ് പോൾ സെക്കൻഡ് ലെറ്റർ ടു കൊറിന്ത്യൻസ്. യെസ്, വായിച്ചോ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. കണ്ടോ, ഞങ്ങൾ ഭഗ്നാശരാവുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭഗ്നാശരാവുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മലയാള വേർഡിന്റെ അർത്ഥം എന്താ? ഭഗ്നാശരാവുന്നില്ല, ദുഃഖിതരാവുന്നില്ല, ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നില്ല. അടുത്ത വചനം വായിച്ചോ. ഞങ്ങളിലെ ഭാഗ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് കടന്നു പോകുന്ന സഹനം ഇതൊരു മഹത്വമായിട്ട് മാറും. എങ്ങനെയാ? പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ അത് സംഭവിക്കും. ഇത് മനസ്സിലാക്കി അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായം 11-ാം തിരുവചനം പൗലോസ്ലീഹയെ കുറിച്ച് പഠിപ്പിക്കുക. പൗലോസ്ലീഹ ഇങ്ങനെ ഞെരുക്കത്തിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. അനേക ഞെരുക്കങ്ങൾ പൗലോസ്ലീഹയുടെ സഹനങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കടന്നുപോയ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലെ പ്രവർത്തികളെ കുറിച്ച് വചനം പറയുന്നു. 19-ാം അധ്യായം 11-ാം വചനം വായിച്ചേ. 19-11 അപ്പസ്തോല പ്രവർത്തനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 19 വേഴ്സ് 11 വായിച്ചോ.
പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കണ്ടോ, ആരിലൂടെയാണ്? പൗലോസ്ലീഹിലൂടെ. ഈ പൗലോസ്ലീഹയുടെ അവസ്ഥ എന്തായിരുന്നു? ഞെരുക്കം, മരുഭൂമി, സഹനം, ചുട്ടുപഴുത്ത അവസ്ഥ. എന്നാൽ പൗലോസ്ലീഹായിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. പ്രിയപ്പെട്ടവരെ, ഈ 2025 നിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും ആകുലതകൾക്കുമുള്ള ഉത്തരമാണ് ആര്? പരിശുദ്ധാത്മാവ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന ഓരോ ഭാരവും, ഓരോ ആകുലതയും, ഓരോ സംശയവും ഇതാ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. അത്ഭുതകരമായ ദൈവകൃപ ഇതാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇന്ന് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. മരുഭൂമിയിലേക്ക് യേശുവിനെ നയിച്ച പരിശുദ്ധാത്മാവ് നിന്നെയും നയിക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.